എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ യതീഷ് ബല്ലാൽ. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആധാർ കാർഡ് ബന്ധപ്പെട്ടിട്ടുള്ള വളരെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷനാണ്. ഇനി മുതൽ പുതിയൊരു ആധാർ കാർഡാണ് വരാൻ പോകുന്നത്. PVC ആധാർ കാർഡാണ്. അപ്പോൾ ആ ഒരു ഇൻഫർമേഷനാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, അതുപോലെ തന്നെ പറ്റുകയാണെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കണം. ഈ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്ന ആളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ടാണ് പുതിയ പുതിയ വീഡിയോസ് ചെയ്യാനുള്ള പ്രചോദനം. വിരാജ് സൊല്യൂഷൻ്റെ പുതിയ എപ്പിസോഡിന് സ്വാഗതം. നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. ആധാർ കാർഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാർഡാണ്. നമ്മളൊരു പുതിയ സിം പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ, നമ്മളൊരു വീട് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ, അതുപോലെ തന്നെ ലൈസൻസിനായിക്കോട്ടെ, ഒഫീഷ്യൽ ആയിട്ടുള്ള വർക്കുകളായിക്കോട്ടെ, ബാങ്ക് ഇടപാടുകളായിക്കോട്ടെ, എല്ലാത്തിനും ആധാർ കാർഡ് പ്രധാനപ്പെട്ട കാർഡാണ്. നമ്മൾ അതിനൊരു കോപ്പി നമ്മൾ കൊടുക്കേണ്ടതാണ്. ഏത് വർക്കാണെങ്കിലും ആധാർ കാർഡ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി മുതൽ പുതിയൊരു ആധാർ കാർഡാണ് വരാൻ പോകുന്നത്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആധാർ കാർഡാണ്. പുതിയ രീതിയിലുള്ള, പുതിയ രൂപത്തിലുള്ള ഒരു ആധാർ കാർഡാണ് വരാൻ പോകുന്നത്. കാരണം ഈ ആധാർ കാർഡ് മിസ്യൂസ് ചെയ്യുന്നതിന് കുറക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ളൊരു പുതിയൊരു അപ്ഡേഷൻ വന്നത്. സോ ഈ ആധാർ കാർഡ് എന്ന് പറയുന്നത് നമ്മൾ ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ് അതുപോലെയുള്ള ഒരു കാർഡായി മാറും. അതുപോലെയുള്ള ഒരു കാർഡായിരിക്കും നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഇവിടെ ആധുനിക എല്ലാ സവിശേഷതകളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ആധാർ കാർഡാണ് ഇനി നമുക്ക് ലഭിക്കാൻ പോകുന്നത്. PVC ആധാർ കാർഡാണ്. സെയിം ഡെബിറ്റ് കാർഡും ക്രെഡിറ്റ് കാർഡ് പോലെയുള്ള ഒരു ആധാർ കാർഡ് നമുക്ക് വാലറ്റിൽ കീപ്പ് ചെയ്യാൻ പറ്റുന്ന, കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ആധാർ കാർഡാണ് നമുക്ക് ലഭിക്കാൻ പോകുന്നത്. യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ അനുമതി നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ സേഫ് ആയിട്ടുള്ള ഒരു ആധാർ കാർഡാണ്. നമുക്ക് എല്ലാവർക്കും ഈ പുതിയൊരു ആധാർ കാർഡിന് വേണ്ടി നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. PVC ആധാർ കാർഡ് അപ്ലൈ ചെയ്താൽ വിത്തിൻ 1 വീക്കിൽ നമുക്കത് ലഭിക്കുന്നതാണ്. സ്പീഡ് പോസ്റ്റിൽ നമുക്ക് ലഭിക്കുന്നതാണ്. പക്ഷേ നമ്മൾ 50 രൂപ നമ്മൾ പേ ചെയ്യണം. അതുപോലെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിൽ നമുക്ക് ഓർഡർ ചെയ്യാം. അതുപോലെ തന്നെ വേറെ ഏതെങ്കിലും രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിൽ ഓർഡർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, എങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടത്, അതിൻ്റെ സ്റ്റെപ്സ് ഞാൻ പറഞ്ഞു തരാം. നമുക്ക് ഈസിയായി ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയൊരു വർക്കാണ്. ആദ്യമായി നമ്മൾ യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയി അവിടെ മൈ ആധാർ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം. അതുപോലെ തന്നെ ഓർഡർ ആധാർ PVC എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ അവിടെ നമുക്ക് നമ്മുടെ ആധാർ നമ്പർ കൊടുക്കുകയും അവിടെ ഒരു ക്യാപ്ച കോഡ് വരും. അത് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ നമ്മുടെ ഫോണിലേക്ക്, രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഫോണിലേക്ക് വരും, നമ്മുടെ കയ്യിലുള്ള ഫോണിലേക്ക് ഒരു OTP വരും. ആ OTP നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്താൽ അവിടെ പ്രോസസ്സ് ഫിനിഷായി. അതുപോലെ തന്നെ 50 റുപ്പീസ് നമ്മൾ പേ ചെയ്യണം. 50 രൂപ നമ്മൾ പേ ചെയ്യേണ്ടതാണ്. ഒരു പക്ഷേ നമുക്ക് ഓൺലൈനിൽ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ജനസേവാ കേന്ദ്രം അല്ലെങ്കിൽ അക്ഷയയിൽ പോയി നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. പുതിയ ആധാർ കാർഡിന് വേണ്ടി, PVC ആധാർ കാർഡിന് വേണ്ടി അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, അതുപോലെ തന്നെ പറ്റുകയാണെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കണം. വിരാജ് സൊല്യൂഷൻ്റെ പുതിയ എപ്പിസോഡിൽ പിന്നീട് കാണാം. അതുവരെ ബൈ.